എൻ.ഡി.എ വിടണമെന്ന ബി.ഡി.ജെ.എസ്. കോട്ടയം നേതൃയോഗത്തിൽ പ്രമേയം പാസാക്കി. എൻ.ഡി.എയിൽ ഘടകകക്ഷികൾക്ക് പരിഗണന ലഭിക്കുന്നില്ല. തുഷാർ വെള്ളാപ്പള്ളിയുടെ തിരഞ്ഞെടുപ്പ് ഫലം നിരാശ നൽകി. അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, കഴിഞ്ഞ കുറച്ച് നാളുകളായി എൻ.ഡി.എ സഖ്യവുമായി ബി.ഡി.ജെ.എസിന് അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നതാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? മറ്റ് മുന്നണികളിലേക്കുള്ള സാധ്യത കൂടി തേടുകയാണോ ഈ ഘട്ടത്തിൽ ബി.ഡി.ജെ.എസ്? ബി.ഡി.ജെ.എസിന്റെ ഇടഞ്ഞു നിൽപ്പാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. കോട്ടയത്ത് നേതൃയോഗത്തിൽ നിന്ന് പ്രമേയം പാസാക്കിയിട്ടുണ്ട്. എൻ.ഡി.എയിൽ ഘടകകക്ഷികൾക്ക് പരിഗണന ലഭിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട്. നേരത്തെ തന്നെ പലവട്ടം എൻ.ഡി.എയുമായി ഉണ്ടായിരുന്ന ഈ അസ്വാരസ്യങ്ങൾ അത് ഒരു ഘട്ടത്തിൽ മറനീക്കി പുറത്തു വന്നതുപോലുമാണ്. ഇപ്പോൾ വീണ്ടും നേതൃയോഗത്തിൽ പ്രമേയം പാസാക്കിയിരിക്കുന്നു. അതും ഈ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഈ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നതും. തുഷാർ വെള്ളാപ്പള്ളിയുടെ തിരഞ്ഞെടുപ്പ് ഫലം പോലും അത് നിരാശയുണ്ടാക്കുന്നതായിരുന്നു. മുന്നണി വിടണം എന്നൊരു നിലപാടിൽ തന്നെയാണിപ്പോൾ ബി.ഡി.ജെ.എസിന്റെ ഈ പ്രമേയത്തിലെ ഓരോ പരാമർശങ്ങളും സൂചിപ്പിക്കുന്നത്. ഗോകുൽ ഉണ്ട് നമുക്കൊപ്പം. ഗോകുൽ, കേൾക്കാമെങ്കിൽ ഈ എൻ.ഡി.എയുമായുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. അത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പല വട്ടങ്ങളിൽ പല വേദികളിൽ ബി.ഡി.ജെ.എസ് പറഞ്ഞതുമാണ്. ഇപ്പോൾ ഈ നേതൃയോഗം പാസാക്കിയ പ്രമേയത്തിൽ പറയുന്നത് എന്താണ്? മറ്റേതെങ്കിലും മുന്നണികളിലേക്കുള്ള സാധ്യത കൂടി തേടുകയാണോ ബി.ഡി.ജെ.എസ് നേതൃത്വം? സൂചിപ്പിച്ചതുപോലെ തന്നെ ബി.ജെ.പിയും ബി.ഡി.ജെ.എസും തമ്മിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങിയിട്ട് ഏറെ നാളായിട്ടുണ്ട്. രണ്ടു പാർട്ടികളും ഇത്തരത്തിൽ മുന്നണിയിൽ നിന്നും അല്ലെങ്കിൽ ബി.ഡി.ജെ.എസ് മുന്നണിയിൽ നിന്ന് മാറണമെന്നുള്ളൊരു അഭിപ്രായം ബി.ജെ.പിക്കുള്ളിൽ പോലും നേരത്തെ മുതൽ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ കാര്യത്തിൽ ഇപ്പോൾ പരസ്യമായിട്ടുള്ള പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബി.ഡി.ജെ.എസ് കോട്ടയം ജില്ലാ ഘടകമാണ് എൻ.ഡി.എ മുന്നണി ബി.ഡി.ജെ.എസ് വിടണമെന്നുള്ള ആവശ്യവുമായി പരസ്യമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്നിട്ടുള്ള നേതൃയോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം പാസാക്കിയിരിക്കുന്നത്. ബി.ഡി.ജെ.എസ് എൻ.ഡി.എ സഖ്യകക്ഷിയിൽ നിന്നും ഒഴിയണം, അല്ലെങ്കിൽ സഖ്യകക്ഷി സ്ഥാനം ഒഴിയണമെന്നും എൻ.ഡി.എയിൽ ഘടകകക്ഷികൾക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല എന്നും ഈ പ്രമേയത്തിൽ അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു എൻ.ഡി.എ സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത്. തുഷാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലം വലിയ നിരാശയുണ്ടാക്കിയെന്നും ജയസാധ്യത ഉണ്ടായിരുന്നിട്ട് പോലും പല കാരണങ്ങളാൽ കൊണ്ട് ആ ജയത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളും ഈ പ്രമേയത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ബി.ജെ.പി ചേർത്ത് നിർത്തിയില്ലെന്നും സംസ്ഥാന നേതൃത്വം ഈ പ്രമേയത്തിന്മേൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കണമെന്നുള്ള ആവശ്യവും ജില്ലാ നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗോകുൽ.